ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആവശ്യമുള്ളതാണ്. ഹയർ സ്റ്റഡീസിനായാലും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് പിന്നെ പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിൽ നിന്നും 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള 75 മാർക്കിൽ നിന്നും 5 മാർക്ക് ഈ ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇത് ന്യൂമറിക്കലായിട്ടുള്ള മിസ്റ്റേക്സ്, നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ സാധ്യതയുള്ള പ്രോബ്ലംസാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി പഠിച്ചാൽ 5 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്നും കിട്ടും. ഇവിടെ 3 മെട്രിസസ് ഞാൻ തന്നിട്ടുണ്ട്, എ, ബി ആൻഡ് സി. ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണും. എയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത് ഡയഗണൽസ് മൾട്ടിപ്ലൈ ആണ്. 2ഉം -4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -8, -1ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -3, മൈനസ് പ്ലസ് ആണ്. അപ്പോൾ -8 + 3 എന്ന് കിട്ടും. -8 + 3 = -5. അടുത്ത ബിയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. Determinant of B is equal to diagonals multiply than 1 minus E diagonals multiply than 0. 1 minus 0 is equal to 1. ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 1 ആണെന്ന് നമുക്കറിയാം. 1 ആണെന്ന് കിട്ടും. അടുത്ത ഡിറ്റർമിനൻ്റ് ഓഫ് സി. സിയുടെ ഡിറ്റർമിനൻ്റ് -1 × 2 -2 -1 × 2 -2 -2 is equal to 0. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? എയും ബിയും രണ്ട് മെട്രിസസ്. അതിൻ്റെ ഡിറ്റർമിനൻസ് കണ്ടുപിടിച്ചപ്പോൾ -5 എന്നും 1 എന്നും കിട്ടി. എന്നാൽ സിയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചപ്പോൾ 0 എന്ന് കിട്ടി. അപ്പോൾ ചില മെട്രിസസിൻ്റെ ഡിറ്റർമിനൻസ് 0 ആവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സി എന്നുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0. അപ്പോൾ ഇങ്ങനെയുള്ള മെട്രിസസിന് ഒരു പേര് പറയും, സിംഗുലർ മെട്രിസസ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആകണമെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കണം. അപ്പം ബാക്കിയുള്ള മെട്രിക്സസിന് എന്ത് പേര് പറയും? ഡിറ്റർമിനൻ്റ് 0 അല്ലാത്ത മെട്രിക്സിന് നോൺ സിംഗുലർ മെട്രിക്സസ് എന്ന് പറയും. ഡിറ്റർമിനൻ്റ് 0 ആയിട്ടുള്ള മെട്രിക്സസിന് നമ്മൾ സിംഗുലർ മെട്രിക്സസ് എന്ന് പറയും. അപ്പോൾ ഇത് സിംഗുലർ മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാക്കാം. ഇത് ഫസ്റ്റ് റോ -1 2, സെക്കൻഡ് റോ -1 2. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡിറ്റർമിനൻ്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയത്. 2/2 മെട്രിക്സിൻ്റെ കേസിൽ 3/3 വേറെ കേസായിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് സി 0 ആയാൽ അതിന് സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അങ്ങനെ ഒരു സിംഗുലർ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുന്നു, എക്സാമ്പിൾ ചോദിക്കുന്നു 2 മാർക്കിന്. നിങ്ങൾ ഇത് എഴുതിയാൽ മതി. എന്താ സിംഗുലർ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ? എ സ്ക്വയർ മെട്രിക്സ് capital C is said to be a singular matrix if determinant of C is equal to 0. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഈ ഇതും കൂടെ എഴുതി, ഈ സിയും കൂടെ എഴുതിയാൽ മതി. -1 2 and -1 2. അല്ലെങ്കിൽ വേറെ രീതി എഴുതാം. another matrix D is equal to 2 1 2 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇത് 2 ഇത് 2 2 - 2 0 എന്ന് കിട്ടും. അപ്പോൾ 2 റോയും സെയിം ആയി കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 0. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് സിംഗുലർ മെട്രിക്സ് എന്നുള്ളത്. ഇപ്പോൾ ഒരു എ എന്നുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ 2 - 1, സെക്കൻഡ് റോ 3 5. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. 2 × 5 10 -3 × -1 -3. ഇത് +3 ആണ്. അപ്പോൾ 10 + 3 13 എന്ന് വരും. നോട്ട് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയാം. എ ഈസ് നോൺ സിംഗുലർ. അടുത്തതിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 2. ഈ 2 എന്നുള്ള ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനർ എന്താണെന്ന് നോക്കാം നമുക്ക്. മൈനർ ഓഫ് 2. അപ്പോൾ ഇതിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്.
അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഫസ്റ്റ് റോയിലും ഉണ്ട്, ഫസ്റ്റ് കോളത്തിലും ഉണ്ട്. ഇത് ഫസ്റ്റ് റോയിൽ എലമെൻ്റ് ആണ്, അതേപോലെ ഫസ്റ്റ് കോളത്തിൽ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ ഇത് ഫസ്റ്റ് റോ വരുന്നു, ഫസ്റ്റ് റോ കളയണം. ഫസ്റ്റ് കോളം കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ആ 5 പറയുന്ന പേരാണ് മൈനർ ഓഫ് 2. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് 2 വരുന്ന റോയും 2 വരുന്ന കോളവും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന എലമെൻറ്റ്സ് വെച്ചിട്ട് ഒരു ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യുക. ഇവിടെ ബാക്കി വരുന്ന എലമെൻറ്റ് 5 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 5 എന്ന് എഴുതി, ഡിറ്റർമിനൻ്റ് എന്ന് എഴുതിയില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് -1ൻ്റെ മൈനർ. -1ൻ്റെ മൈനർ. അപ്പോൾ -1 എന്ന് പറയുന്നത് ഏത് റോയിലും ഏത് കോളത്തിലും നടക്കുന്നത്? -1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ. ഇത് ഫസ്റ്റ് റോയിലാണ്, ഫസ്റ്റ് കോളത്തിൽ, സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് വായിക്കാം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ആദ്യത്തെ എന്തായിരുന്നു? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ആദ്യത്തത് റോയെയും രണ്ടാമത്തെ കോളത്തിനെ ഡിനോട്ട് ചെയ്യും. ഇവിടെ 1 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ ഈ -1 ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എലമെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഡിലീറ്റ് ചെയ്യണം? ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്യണം, സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യണം. ബാക്കി എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അതാണ് മൈനർ ഓഫ് -1. അടുത്ത 3യുടെ മൈനർ, മൈനർ ഓഫ് 3. മൈനർ ഓഫ് 3 ഈസ് ഈക്വൽ ടു, അപ്പോൾ 3 ഏത് റോയിൽ വരുന്നു? 3 സെക്കൻഡ് റോയിൽ വരുന്നു, ഫസ്റ്റ് കോളത്തിൽ വരുന്നു. സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ് 3. അപ്പോൾ സെക്കൻഡ് റോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യണം. ബാക്കി വരുന്നത് -1. അപ്പം മൈനർ ഓഫ് 3 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്ത് കണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ മൈനർ ഓഫ് 2 കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു? മൈനർ ഓഫ് 1 -1, മൈനർ ഓഫ് 3. അടുത്ത മൈനർ ഓഫ് 5. മൈനർ ഓഫ് 5. അപ്പോൾ 5 വരുന്നത് രണ്ടാമത്തെ റോയിലും രണ്ടാമത്തെ കോളത്തിലും. ഇത് രണ്ടാമത്തെ റോയാണ്, ഇത് രണ്ടാമത്തെ കോളമാണ്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം മെട്രിക്സ്, കോളം എലമെൻ്റ് ആണ് 5. അപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് റോ കളയണം, സെക്കൻഡ് കോളം കളയണം, ബാക്കി വരുന്നത് 2. ഇങ്ങനെ വരും. ഇതാണ് മൈനർ ഓഫ് 2 എന്ന് പറയുന്നത്. അല്ല, മൈനർ ഓഫ്. അപ്പോൾ A എന്നുള്ള മെട്രിക്സിൻ്റെ എല്ലാ മൈനേഴ്സും നമ്മൾ കണ്ടുപിടിച്ച് മൈനർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ വേണം വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടത് മനസ്സിലാക്കണം. ഇനി നമ്മൾ കോഫാക്ടറിലോട്ട് പോയി. അപ്പോൾ ഇത് മൈനറാണ്. അടുത്ത കോഫാക്ടർ. കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ഈ മൈനറിൻ്റെ കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് ചിഹ്നവും പോസിറ്റീവ് ചിഹ്നവും ചേർക്കും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചേർക്കും. എങ്ങനെയാണ് പോസിറ്റീവ് വരുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കോഫാക്ടർ ഓഫ് മൈനർ ഓഫ് 2 കണ്ടുപിടിച്ചു. നമ്മൾ 5 ആണ്. കോഫാക്ടർ ഓഫ് 2 കണ്ടുപിടിക്കാനായിട്ട് ഈ 2 എന്ന് പറയുന്നത് ഏത് റോ ഏത് കോളം എന്ന് നോക്കണം. ഈ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 1 1. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ -1 + 1 എന്ന് എഴുതണം. -1 + 1 + 1 ഇൻറ്റു മൈനർ ഓഫ് 2. 2ൻ്റെ മൈനർ എഴുതണം. 2ൻ്റെ മൈനർ 5. ഈ -1 + 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ -1². -1 ആണ് വരുന്നത്. -1 വന്നാൽ 1 എന്ന് എഴുതണം. -1 എന്ന് വരുമ്പോൾ -1 എന്ന് എഴുതണം. -1 എന്ന് പറയുന്നത് +1 ആണ്. -1 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇവിടെ കോഫാക്ടർ ഓഫ് 2 കണ്ടുപിടിക്കുമ്പോൾ ഈ 2ൻ്റെ റോയും കോളവും നോക്കണം. 2 ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുമാണ്. ഫസ്റ്റ് 1 1 ആണ്. അപ്പോൾ 1 + 1. അപ്പോൾ -1 + 1 + 1 -1². സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈവൻ ആണ്. അപ്പോൾ +1 × 5. 5 എന്ന് വരും. ദെൻ കോഫാക്ടർ ഓഫ് -1. അപ്പോൾ ഈ -1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലാണ്. ഈ -1 ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ 1 2 1 2 കൂടെ ആഡ് ചെയ്താൽ 3. അപ്പോൾ -1 + 1 + 2 എന്ന് എഴുതാം. ഇൻറ്റു എന്ത് ചെയ്യണം? മൈനർ ഓഫ് -1. -1ൻ്റെ മൈനർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അത് എവിടെ എഴുതണം? 3 ഇസ് ഈക്വൽ ടു, ഇത് 1 + 2 ആണ്. 1 + 2 3 ആണ്. 3 ഓഡ് ആണ്. അപ്പോൾ -1 ഓഡ് എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -1 × 3 എന്ന് വരും. അപ്പോൾ -3 എന്ന് വരും. അടുത്ത മൈനർ ഓഫ് 3 കിട്ടി. ഇനി കോഫാക്ടർ ഓഫ് 3 കണ്ടുപിടിക്കണം. -1 ഇത് ഈ 3യുടെ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 3യുടെ റോ സെക്കൻഡ് കോളം ഫസ്റ്റ്. അപ്പോൾ 2 1 ആണ്. അപ്പോൾ 2 + 1 -1 × 2 + 1 ഇൻറ്റു മൈനർ നമ്മൾ കണ്ടുപിടിച്ചു -1.
ഇസ് ഈക്വൽ ടു ഇതെന്ത് വരും 2 + 1 3 ആണ്, 3 ഓഡ് ആണ്. അപ്പോൾ -1/3 എന്ന് പറയുന്ന മൈനസ് വരും. അപ്പോൾ ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, പ്ലസ് വരും. ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്, മൈനസ് മൈനസ് പ്ലസ് എന്ന് വരും. അടുത്തത് മൈനർ ഓഫ് 2, ലാസ്റ്റ് മൈനർ ഓഫ് 2. 2ന്റെ മൈനർ എന്ന് പറയുന്നത് 2 ഏത് റോ ഏത് കോളം, അല്ല സോറി 5ന്റെ മൈനർ ഓഫ് 5 ആണ്. 5ന്റെ മൈനർ. ഈ 5 എന്ന് പറയുന്നത് സെക്കൻഡ് റോ സെക്കൻഡ് കോളമാണ്. ഇത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ 2 + 2 എന്ന് വരും. -1/2 + 2. പിന്നെ അതിൻ്റെ മൈനർ 2. ഇത് 2 + 2 4 ആണ്. 4 ഈവൻ ആണ്. അപ്പോൾ -1/4 + 1 ആണ്. +1 × 2 2 എന്ന് വരും. അപ്പോൾ നമുക്ക് കോഫാക്ടേഴ്സ് കിട്ടി. അപ്പോൾ മൈനേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞു തന്നു. ഇപ്പോൾ ഇനി കോഫാക്ടേഴ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഈ കോഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. അതിന് കോഫാക്ടർ മെട്രിക്സ് എന്ന് പേര് വിളിക്കും. ഏതൊക്കെയാണ് കോഫാക്ടേഴ്സ്? 5 - 3 1 2. 5 - 3 1 2. ഇതാണ് കോഫാക്ടർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. കോഫാക്ടർ മെട്രിക്സ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അതിന് പറയുന്ന പേര് അഡ്ജോയിൻ്റ് എന്ന് പറയും. അഡ്ജോയിൻ്റ് ഓഫ് എ, ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 5 1 ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആയി മാറും. -3 2 സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ട് മാറും. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ 2/2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. 2 - 1 3 5. അതിൻ്റെ അഡ്ജോയിൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇത്രയും സ്റ്റെപ്സ് എഴുതിയിട്ടാണ് നമ്മൾ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾ എയും അഡ്ജോയിൻ്റ് എയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് എയിൽ നിന്നും അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടുന്നത്? എയുടെ മെട്രിക്സ് 2 - 1 3 5. ഇതിൻ്റെ മെയിൻ ഡയഗണൽസ് 2 5 അല്ലേ? പക്ഷേ അഡ്ജോയിൻ്റ് എയിൽ എന്തായി മാറി? 5 2 ആയി. അപ്പോൾ എയുടെ മെയിൻ ഡയഗണൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ എന്ത് കിട്ടും? അഡ്ജോയിൻ്റ് ഓഫ് എയുടെ മെയിൻ ഡയഗണൽ കിട്ടും. അടുത്ത ചെയ്യേണ്ടത് എന്താണ്? അടുത്ത ഡയഗണൽ 3 - 1 ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ -3 1 വന്നു. എങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്? ഈ മൈനസ് പ്ലസ് ആവും, ഈ പ്ലസ് മൈനസ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ മെയിൻ ഡയഗണൽസ് തമ്മിൽ തിരിച്ചിടണം. ഈ 2 5 എന്നുള്ള മെയിൻ ഡയഗണൽ 5 2 ആക്കി മാറ്റണം. എന്നിട്ട് നെക്സ്റ്റ് ഓഫ് ഡയഗണലിലെ എലമെൻസിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഇത് -1 നെഗറ്റീവ് ആക്കും, +1 എന്ന് കിട്ടും. 3 നെഗറ്റീവ് ആകുമ്പോൾ -3 എന്ന് കിട്ടും. അപ്പോൾ ഒരു 2/2ൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. അതിന് പകരം ഇത് മാത്രം എഴുതിയാൽ മതി. ഏതാ? ഡയഗണൽസ് തമ്മിൽ തിരിച്ചിടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഓഫ് ഡയഗണൽസിന് മൈനസ് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അഡ്ജോയിൻ്റ് ഓഫ് എയെ നിങ്ങൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞൊരു നമ്പറാണ്. അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇതിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് 5/13 1/13 -3/13 2/13. അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇതൊരു മെട്രിക്സ് തന്നെയാണ്. ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എ. അതിൻ്റെ സിമ്പൽ ഇതാണ് A⁻⁻1. അപ്പോൾ ഒരു പ്രോബ്ലം ചോദിക്കുന്നു, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഇൻവേഴ്സ് ഇല്ല. ഡിറ്റർമിനൻ്റ് ഓഫ് എ ≠ 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ട്. അതിനാദ്യം അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. എന്നിട്ട് അഡ്ജോയിൻ്റ് ഓഫ് എയെ ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. 2/2ൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു തന്നു. 3/3യുടെ ഇതിനൊക്കെ ടെക്നിക്കൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ചെയ്തേ പറ്റൂ. അത് അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ 3/3യുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്: അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 1 2 4 9. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അപ്പോൾ 1 × 9 9 -4 × 2 8 9 - 8 = 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ ≠ 0 ആണ്. ഇനി ആദ്യം അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. എയുടെ 2/2 മെട്രിക്സ് ആണ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്?
ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് മെയിൻ ഡയഗണൽസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് 1ൻ്റെ സ്ഥാനത്ത് 9 വരണം, 9ൻ്റെ സ്ഥാനത്ത് 1 വരണം. അപ്പോൾ ഇങ്ങനെ വരും 9 1. എന്നിട്ട് ഇതിനെന്ത് കൊടുക്കണം? ഓഫ് ഡയഗണലിന് നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ -2 -4. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. അതിന് ഡിറ്റർമിനന്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് കിട്ടും. അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? 1 കൊണ്ട് ഡിവൈഡ്. ഈ അഡ്ജോയിന്റ് ഓഫ് എ 1 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ ഇത് തന്നെ കിട്ടും, അഡ്ജോയിന്റ് ഓഫ് എ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മെയിൻ ഡയഗണൽസ് അഡ്ജോയിന്റ് കിട്ടാനായിട്ട് മെയിൻ ഡയഗണൽസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഓഫ് ഡയഗണൽസിന് നെഗറ്റീവ് കൊടുക്കണം. അത് ഓർത്തിരിക്കണം. എന്നിട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഫോർമുല അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഈ പ്രോബ്ലം പല തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എയും ബിയും രണ്ട് 2x2 മെട്രിസസ് ആണ്. എന്നിട്ട് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ ബി കിട്ടും. എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേഷൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. റൈറ്റ് സൈഡിൽ ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും ഇൻവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ബി ഇൻവേഴ്സിന് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ശ്രദ്ധിക്കണം, ഓർഡർ മാറിപ്പോയത്. ആദ്യം ബി ഇൻവേഴ്സ് എഴുതണം, രണ്ടാമത് എ ഇൻവേഴ്സ് എഴുതണം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ തെളിയിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ആദ്യം ഫസ്റ്റ് റോ 5 3. 2 കോളം ഉണ്ട്, അതുകൊണ്ട് 2 തവണ എഴുതും 5 3. ആദ്യം ഫസ്റ്റ് കോളം 7 4, രണ്ടാമത് സെക്കൻഡ് കോളം 5 3. ഇത് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക. 7 × 5 35 പ്ലസ് 4 × 3 12 is equal to 47. ഇത് 25 പ്ലസ് 9 34 is equal to ഫസ്റ്റ് റോ കിട്ടി 47 34. ഇനി അടുത്ത എന്ത് ചെയ്യണം? സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് റോ 2 2, 2 തവണ എഴുതണം. എന്നുകൊണ്ട് 2 കോളം ഉള്ളതുണ്ട്. ആദ്യം 7 4 കോളം, അടുത്തത് 5 3. 7 × 4 14 പ്ലസ് 4 × 8 22. ഇത് 10 പ്ലസ് 3 × 2 6 16 22 16. ഇതാണ് മെട്രിക്സ് എ ബി 47 34 22 16. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് എ ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി ആദ്യം വേണം. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 47 × 16 മൈനസ് 22 × 16. നിങ്ങളെ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്, കാൽക്കുലേറ്റർ വെച്ച് നിങ്ങളത് ചെയ്ത് നോക്കണം. ആൻസർ 4 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി 4 എന്ന് കിട്ടി. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ ബി വേണം. നേരത്തെ എൻ്റെ ടെക്നിക്ക് പറഞ്ഞു തന്നായിരുന്നു അഡ്ജോയിൻറ്റ് ഓഫ് എ ബി കണ്ടുപിടിക്കുന്നത്. ഈ 47 16 തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറണം, ഇൻ്റർചേഞ്ച് ചെയ്യണം. 14 47 16. അപ്പോൾ 16 ഇവിടെ വരും, ഇവിടെ 47 വരും. എന്നിട്ട് ഈ ഓഫ് ഡയഗണൽ, ഈ ഡയഗണലിന് മൈനസ് കൊടുക്കണം. അപ്പോൾ -34 -22 അഡ്ജോയിൻറ്റ് ഓഫ് എ ബി. ഇനി നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അഡ്ജോയിൻറ്റ് ഓഫ് എ ബി ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബി. എന്നിട്ട് എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കുന്നില്ല, 4 പുറത്ത് എടുത്തുള്ളൂ. 1/4 എന്ന് എഴുതിയിട്ട് മാട്രിക്സ് എഴുതിയാൽ മതി. 1/4 × 16 -34 -22 47. ഇതാണ് എ ബി ഇൻവേഴ്സ്.
അപ്പം അത് എളുപ്പത്തിൽ നമുക്ക് കിട്ടി. എയും ബിയും മൾട്ടിപ്ലൈ അറിയണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റൂ. പിന്നെ അഡ്ജോയിൻ്റ് ഓഫ് എ ബി കണ്ടുപിടിക്കുന്ന ടെക്നിക്കൊക്കെ അറിയണം. അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ മൈനറും കോഫാക്ടറൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിന് ആദ്യം ഡിറ്റർമിനൻ്റ് ഓഫ് എ എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 5 into 2 10 minus 2 into 3 6 is equal to 4. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് ഉണ്ട്, നോട്ട് ഈസിക്കൽ 0 ആയതുകൊണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈസിക്കൽ 0 ആയതുകൊണ്ട് എക്ക് ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം അഡ്ജോയിൻ്റ് ഓഫ് എ കാണണം. അഡ്ജോയിൻ്റ് ഓഫ് എ കാണാനായിട്ട് എന്ത് ചെയ്യണം? എയുടെ ഡയഗണൽസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. 5 2 ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 5 വരും. ഇതിന് നെഗറ്റീവ് കൊടുക്കണം. ഈ ഓഫ് ഡയഗണൽ എലമെന്റ്സിന് നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. -3 -2. ഇനി എ ഇൻവേഴ്സ് കിട്ടാനായിട്ട് അഡ്ജോയിൻ്റ് ഓഫ് എ ഡിറ്റർമിനൻ്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. 1/4 എന്ന് എഴുതണം. 4 പുറത്ത് എഴുതാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1/4 എന്ന് എഴുതിയാൽ മതി. 2 -3 -2 5. ഇതാണ് എ ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 2 -3 -2 5 ഡിവൈഡ് ബൈ 4. ഇനി നമുക്ക് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിന് ഡിറ്റർമിനൻ്റ് ഓഫ് ബി കണ്ടുപിടിക്കണം ആദ്യം. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 7 5 4 3. അതിൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ 7 × 3 21. 7 × 3 21 മൈനസ് 21 എന്ന് എഴുതിയല്ല, 7 × 3 എന്ന് എഴുതുന്നില്ല. മൈനസ് 4 × 5 4 × 5 20 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ബി 1 എന്ന് വരും. ഇനി അഡ്ജോയിൻ്റ് ഓഫ് ബി കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ഈ ബിയുടെ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യണം. ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് 7 ഉം 3 ഉം ആണ്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 3 7 എന്ന് വരും. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 7 വരും. ഇതിന് രണ്ടിനും മൈനസ് കൊടുക്കണം. ഓഫ് ഡയഗണൽസ് ആണ് 5 ഉം 4. അതിന് മൈനസ് കൊടുക്കണം. അപ്പോൾ -5 -4. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് ബി. ഇനി നമുക്ക് ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു adjoint of b by determinant of b is equal to determinant of b 1 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 1 എഴുതണ്ടാവുന്നു. അപ്പോൾ ഈ adjoint of b എഴുതിയാൽ മതി. 3 -5 -4 7. അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും കിട്ടി. ഇനി നമുക്ക് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്, അത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത നമ്മൾ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ബി ഇൻവേഴ്സ് ഇത് അവിടെ കിട്ടിയിട്ടുണ്ട്. ബി ഇൻവേഴ്സ് ആ വാല്യൂ ഇവിടെ എഴുതി. ബി ഇൻവേഴ്സിൻ്റെ വാല്യൂ ആദ്യം എഴുതി. 3 -5 -4 7 ഇൻറ്റു. അടുത്ത എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 2 -3 -2 5. അത് ഇങ്ങോട്ട് എഴുതി, റൈറ്റ് സൈഡിലോട്ട് എഴുതി. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ബി ഇൻവേഴ്സ് ആദ്യത്തെ മെട്രിക്സ് ഇതാണ്. ഇതിൻ്റെ ഫസ്റ്റ് റോ 3 -5 2 തവണ എഴുതി. എന്തുകൊണ്ട് 2 തവണ എഴുതുന്നത്? രണ്ടാമത്തെ മെട്രിക്സിന് 2 കോളം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് കോളം എഴുതി 2 -2, രണ്ടാമത് സെക്കൻഡ് കോളം എഴുതി -3 5. ഇനി അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 3 × 2 3 × 2 6 പ്ലസ് -5 × -2 10 ആണ്. +10 എന്ന് വരും. 16 എന്ന് വരും. ഇത് 3 × -3 -9 പ്ലസ് -5 × -5 -25 is equal to -34. അപ്പോൾ ഇവിടെ 1/4 ആദ്യം എഴുതാം. 1/4 ഇൻറ്റു ഫസ്റ്റ് റോ ഇതാണ് 16 -34. ഇനി സെക്കൻഡ് റോ കൊണ്ട് ഓരോ കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് കോളം -4 7 2 തവണ എഴുതുക. ആദ്യം ഫസ്റ്റ് കോളം, രണ്ടാമത് സെക്കൻഡ് കോളം എഴുതി. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 × 2 -8 പ്ലസ് 7 × -2 -14 -22 എന്ന് വരും. ഇത് -4 × -3 +12 പ്ലസ് 7 × 5 35 is equal to 47. അപ്പോൾ -22 47 എന്ന് വരും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം എ ബി ഇൻവേഴ്സ് കിട്ടി. അത് 1/4 ഇൻറ്റു 16 - 34 - 22 47. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ത് കിട്ടി? 1/4 ഇൻറ്റു 16 - 34 - 22 47. ഇത് രണ്ടും സെയിം ആണ്. അതുപോലെ എന്ത് പറയാം നമുക്ക്? എ ബി ദി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചതാണ്. നിങ്ങൾ എഴുതി പഠിക്കുക, എന്നാൽ ഈ പ്രോബ്ലം തെറ്റാതെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടും. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ടോപ്പിക്കിൽ നിന്ന് കിട്ടും. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ് ജയിക്കാൻ 75 മാർക്ക് എന്ന് പറഞ്ഞ് തെറ്റിപ്പോയതാണ്. മാക്സിമം മാർക്ക് 75 ആണ്. അതിൽ 30 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാം. ആ 30 മാർക്കിൽ 5 മാർക്ക് ഈ ഇൻവേഴ്സ് നിന്ന് കിട്ടും. അപ്പോൾ എത്ര പെർസെൻറ്റേജ് മാർക്കായി? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.